ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഇഡലിയും സാമ്പാറും അല്ലെങ്കിൽ ദോശയും ചട്നിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി സൂപ്പ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കേണ്ട നമ്മുടെ റാഗി സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. നമ്മളിത് സൂപ്പിലോട്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ ഇത് കട്ട കുത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് സൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി കട്ടയില്ലാതെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാഗി ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്ത് അടുപ്പത്തോട് വെച്ചിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു കറുകപ്പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതുകൂടെ ഇതുപോലെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് മഷ്റൂമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രോക്കോളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർക്കുന്ന സ്വീറ്റ് കോൺ ആണ്. അതും ഞാൻ ഒരു പിടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പം വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഞാനൊരു 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുമ്പം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു ടോട്ടൽ ഒരു 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും. അപ്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ഈ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിള വരുന്നിട വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ റാഗി മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റാഗി മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഗി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 30-40 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതുപോലെ റാഗി കുറുകി കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് കുറുകി ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ എരിവോ ഉപ്പോ ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നമുക്കിതിലോട്ട് മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മുടെ റാഗി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. റാഗിയുടെ യൂസസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഗിയിൽ വളരെ ഹൈ എമൗണ്ടിൽ കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബോൺ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റാഗി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മില്ലറ്റാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ബദാമും പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ റാഗി സൂപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.